അപ്പോൾ ഹലോ മക്കളെ, മമ്മി ദേ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ടാണെന്നറിയാമോ? എന്നിട്ട് നമ്മൾ സ്പൈറൽ പാസ്ത ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ. അതുകൊണ്ട് മക്കളെ പരിചയപ്പെടുത്താൻ കരുതി. പിന്നെ മക്കളെ, കിണറ്റിൽ വെള്ളം നോക്കിക്കോളൂ. ഞങ്ങൾ ഇപ്പോൾ ഓടിപ്പോയി മോട്ടറൊന്ന് പൊക്കി വെച്ച് മോട്ടർ നനഞ്ഞു. അപ്പുറത്തെ വീട്ടുകാരോട് മമ്മി വിളിച്ചു പറഞ്ഞു, രാരി കോട്ടമുറിക്കെ പോയപ്പോഴാണ് പറഞ്ഞത് വെള്ളം കയറിയിട്ടുണ്ട്, വേഗം മോട്ടർ നോക്കാൻ പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ മോട്ടർ പാതി മുങ്ങി പാതി പുറത്ത് അങ്ങനെ ഇട്ട് അപ്പുറത്തുകാരുടെ കുറച്ചും കൂടി ഉണ്ടായി മുങ്ങാനായിട്ട്. അപ്പം ഞങ്ങൾ രണ്ടു കൂട്ടരും കയറ്റി വെച്ചു. അപ്പം എല്ലാവരും മോട്ടർ ശ്രദ്ധിക്കുക കേട്ടാ. അപ്പം മമ്മി ഇതേ പാസ്ത ഉണ്ടാക്കാൻ വെള്ളം അടുപ്പത്ത് വെച്ചേക്കണം. ഇതിനകത്ത് ഇനി കുക്കിംഗ് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഉപ്പും ഇട്ട് അതിനകത്തേക്ക് ഇട്ടും കൊണ്ട് പാസ്ത പൊട്ടിച്ച് ഇട്ടിട്ട് തിളച്ച് വെന്ത് കഴിയുമ്പോഴാണ് 10 മിനിറ്റ് കഴിയുമ്പോൾ 10 മിനിറ്റ് വേവ് ഉണ്ടാവുന്നതാണ് അമ്മ പറയണേ. മമ്മിക്ക് അറിയില്ല. അപ്പം ആ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ദേ തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലത്തെ തണുത്ത വെള്ളം അപ്പം അതിനകത്തേക്ക് കോരിയിടാം, പശ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നെ സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് ഉണ്ടാക്കാൻ വെക്കണ വെജിറ്റബിൾ ഓയിൽ ഇട്ടിട്ട് വെളുത്തുള്ളി, സവോള, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ക്യാപ്സിക്കം അത് തന്നെ, തക്കാളി അടിച്ചു വെച്ച പേസ്റ്റ് ആക്കിയത്, പിന്നെ തക്കാളി സോസ്, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി, ഉപ്പ്. നമ്മുടെ രീതിയിലാണ് നമ്മൾ ചെയ്യണേ. പലർക്കും പല രീതി ഉണ്ട്. അതന്നെ, പലർക്കും പല രീതി. നമുക്കറിയണ പോലെ നമ്മൾ വെച്ച് നോക്കാം. നമ്മൾ വെച്ച് നോക്കാൻ എടുത്തപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, ഇതിന് ഇത്രയ്ക്കല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം. എപ്പോഴും ഈ പുട്ട്, ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെ കഴിക്കണേലും ഇതായിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് പാസ്തയൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്നറിയാലോ. ടെക്നോ പറഞ്ഞത് ഇത് ഒന്നും ചെയ്യണ്ട, വെറുതെ ഇതാക്കിയിട്ട്. പക്ഷെ വെറുതെ ഇതാക്കിയിട്ട് അത് ശരിയല്ലല്ലോ. അതെ, മമ്മിയുടെ ഈ ആഴ്ചത്തെ നെയിലാർട്ട് കണ്ട, കഴിഞ്ഞ ആഴ്ചത്തെ കാണിക്കാൻ മറന്നുപോയി മക്കളെ. കഴിഞ്ഞ ആഴ്ചത്തെ കാണിക്കാനായിട്ട് കഴിഞ്ഞപ്പോഴും ഓർക്കണേ. ഇതെല്ലാവരും മമ്മി ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മമ്മി പറയണതും ആ ഫോട്ടോകളും എല്ലാവരും ഒരെണ്ണം ആദ്യമേ തുടങ്ങിയുള്ളത് നോക്കട്ടെ ഏട്ടാ, എന്നിട്ട് കാണിച്ചു തരാം. ഓക്കേ, നമ്മുടെ വില്ലന്മാരുടെ കളിയാണ്. വില്ലന്മാര് കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, 1/4 കിലോ കൊഴുവ, ഒരാള് 1/4 കിലോ കൊഴുവ, ഒരാള് ചിക്കൻ്റെ ചാറിട്ട് ഇത്തിരി ചോറ്. എന്നിട്ടാണ് ഈ ഓടി നടക്കണ കളികള്. തക്കുന് ഇന്നലെ രാത്രി കടി കൊണ്ടിട്ടുണ്ട് മുതുകത്ത് ആരാണ്ടിന്റെയും കയ്യിൽ നിന്ന്. വിറകിന്റെ മുകളിലാണ് കിടന്നുറങ്ങി വെച്ചത്. അപ്പൊ പുറത്ത് ഒരു ഇത് സ്പ്രേ അടിച്ചു കൊടുത്തു. പുറത്ത് ഒരു കടി ഏതാണ്ട് കേട്ടിട്ടുണ്ട് കണ്ട. ഇല്ല, ഇന്നലെ അവന് മൂത്രമൊഴിച്ചത് ഇതിന്റെ ഉള്ളിൽ കയറി. അപ്പൊ ഞാൻ കൊടുത്തു, ഒരു പെട കൊടുത്തു. ആര്? തക്കു. രണ്ടുപേരും കളിക്കാൻ വന്നേക്കാം. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റായിട്ട് ഈ കുറച്ച് ഉപ്പ് എടുത്തിടാം. കുറച്ച് മതിയേ, കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. 1 ടീസ്പൂൺ അങ്ങനത്തെ കണക്കിൽ. ശേഷം നമുക്ക് ഈ പാസ്ത ഇടാം. നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ, അത്യാവശ്യം ഉണ്ടാവും. നമുക്ക് ഇടട്ടേട്ടാ. അപ്പം മമ്മി ക്യാമറമാനായി അമ്മു ചെയ്യണെല്ലാം മതിയായിരിക്കും. പകുതി എടുത്തോനെ ഇത്തിരി കൂടി ഇടും, ഒരു കൈയും കൂടി ഇടും. നന്നായി തിളക്കട്ടെ. നമ്മള് ആ നേരം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് അതിന്റെ സംഭവം സെറ്റാക്കുക. ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി നോക്കാട്ടെ, കാരണം അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നാവാനായിട്ട്. നന്നായി തിളച്ചത് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയൊക്കെ എടുത്ത് സെറ്റാക്കാം. അതവിടെ ഇരുന്ന് തിളക്കട്ടെ. ചട്ടി എത്തിച്ച് ചീഞ്ചട്ടി വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിക്കാം. കുറച്ച് മതി വേണേ, കുറച്ച്. കടുകൊന്നും വേണ്ട അല്ലേ? ഇത് എന്തോന്ന് ഇറ്റാലിയൻ ഫുഡാണ് ഈ കടുകൊക്കെ. ഇറ്റാലിയൻ അങ്ങനെയാണ് തോന്നട്ടെ, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടോ കേട്ടോ. അങ്ങനെയാണെന്ന് എൻ്റെ വിചാരം. അപ്പൊ അതിനകത്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ ആദ്യം ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇറ്റാലിയൻ മോഡൽ ആണെന്ന് തോന്നണേ. ഇതൊക്കെ അങ്ങനത്തെ ആയിരിക്കുന്നു നമുക്ക് അറിയണ പോലെ. ആദ്യം നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടുണ്ടായിരുന്നു, അത് ആദ്യം ഇടാം.
ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടാണ് നമ്മൾ വഴറ്റണത്. അപ്പോൾ ആദ്യം വെളുത്തുള്ളി ഇട്ടു, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. നമ്മുടെ വെളുത്തുള്ളി ഇതേവിടെ വാടി ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഭയങ്കര ബ്രൗൺ ആയിട്ടില്ല. നമുക്കിങ്ങനെ കുനുകുനൊന്ന് അരിഞ്ഞ് വെച്ചേക്കണ സവോള എടുത്തിടാം. നമ്മളിപ്പോ ഇതിന് മാത്രമുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഇതിനുള്ളത് ഇടണം നമുക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇതിന് വേണ്ടിയിട്ടുള്ളത് ഇടാം. ആ പാകത്തിന് ഉപ്പ് ഇടാം. ഇതും ഒന്ന് വഴണ്ടി വരട്ടെ. അപ്പൊ നമ്മുടെ ഇത് കുക്കായിട്ടുണ്ട്. നമുക്കതിനെ നോർമൽ വാട്ടറിലേക്ക് മാറ്റാം. കോരി എടുക്കട്ടെ കേട്ടാ. നമുക്കിങ്ങനെ ഇങ്ങനെ കടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും വെന്തോ വെന്തിട്ടില്ലേന്ന്. നമുക്കത് ഇതിനകത്തോട്ടിടാം. വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാട്ടോ, പക്ഷെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ അതിൻ്റെതൊരു രസമുണ്ട്. ആ ഒരു കുഴകുഴപ്പ് മാറി കിട്ടും. അതിനകത്തേക്ക് ഈ വഴറ്റിയതിനകത്തേക്ക് ആ ക്യാരറ്റും ഇത് ഇടാറുന്നല്ലേ മോനെ? ഒന്നും കൂടി അങ്ങോട്ട് ഇട്ടോ, വാടട്ടെ കിടന്ന്. നമ്മള് ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കും ഇഷ്ടം മീൻസ് ഉണ്ടെങ്കിൽ ഇട്ടോട്ടാ. നമുക്കത് കിട്ടാത്തോണ്ട് നമ്മൾ ഇട്ടിട്ടില്ല. അതും കൂടി സാവധാനം അത് ഒന്ന് വഴണ്ടി വരട്ടെ, കിടന്ന് വേകട്ടെ. അതന്നെ, സാവധാനം വേകട്ടെ. അപ്പൊ നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് പൊടികൾ ഇടാം. എന്തെന്നൊക്കെയാണ്? നേരിയ മഞ്ഞൾപ്പൊടി കുറച്ച് മതി, ആ ഒരു കളറിന് വേണ്ടിട്ടാ. ഒരു തുള്ളി വേണ്ടിട്ടോ. മതി 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 മതി. മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. അയ്യോ, ഗരം മസാല മതിയാ? മതി മതി മതി, ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രം. പിന്നെ കുരുമുളക് പൊടി. മതി 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 മതി. ഓക്കെ, അത് നമുക്കൊന്ന് പൊടികൾ ഇതാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു തക്കാളി നമ്മള് അരച്ചിങ്ങനെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഈ തക്കാളി ഇടുമ്പോൾ രസമാണ്. ഇതൊന്ന് പൊടിയൊന്ന് വഴണ്ടി കഴിയുമ്പോൾ തക്കാളി കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടാം. ഇട്ടോ, എന്താണെന്നറിയാമോ? ചട്ടി ഉണ്ടാലയത്തില്ല, ചട്ടി വേഗം മുരിഞ്ഞു പോണ്. മുരിഞ്ഞു. അപ്പോൾ അതാണ് മമ്മി ഇട്ടോളാൻ പറഞ്ഞു. ഇനി അതും കൂടി ഇട്ടിട്ട് ഒന്ന് ആ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റാം. തെറ്റൊക്കെ ഉണ്ടാവൂട്ടാ, ഞങ്ങളുടെ രീതിക്ക് ചെയ്യണേ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അതൊന്ന് കാണിച്ചു തരാൻ കരുതി. ഒരു പുതിയത് വെക്കുമ്പോൾ നിങ്ങളെ കാണിക്കണ്ടേ? അപ്പോൾ എളുപ്പം ഇതാണ്, പെട്ടെന്ന് പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. ഞങ്ങൾ ഇത് ബിസ്മിയിൽ പോയിപ്പോൾ എന്താ പറയുക, ഞാനും ടെക്നോവും റോയലും കൂടി ബിസ്മിയിൽ പോയിപ്പോൾ ഈ സാധനം ഇരിക്കണം. അപ്പോൾ ഇത് പിറ്റേ ദിവസം ഞാൻ കേട്ടുള്ളൂ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നൊക്കെ. അപ്പം മമ്മി ഒരെണ്ണം എടുക്കാടാന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ബിസ്മി ചെയ്യുന്നപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബർമാരവിടെ അഷ്ടമിത്ര ബിസ്മി ചെന്നപ്പോൾ സാറില്ല ഇരുന്ന് ഇതായി വരുമ്പോഴേ ഇതായി പോകും. നമ്മുടെ തക്കാളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ സംഭവം മീൻസ് ടൊമാറ്റോ സോസ്. അത് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ കേട്ടാ. അതൊക്കെ ഇടുമ്പോൾ ഈ തക്കാളി സോസ് ഒക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മതി, സോസിനൊരു മധുരം അല്ലേ? മതി മതി. ഇത് തക്കാളി സോസ് ഇല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് മധുരം പഞ്ചസാര ഇട്ടാലും ആ ഒരു മധുരം വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. ടേസ്റ്റ് ബാലൻസ്. അപ്പോൾ ഇതും കൂടി ഇട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇട്ടാലാ നമ്മുടെ നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. ഒട്ടി പിടിക്കാത്ത നല്ല സൂപ്പർ സാധനം. ഇതങ്ങോട്ട് ഇട്ടാലും കർത്താവേ, എല്ലാം കഴിഞ്ഞിട്ടാണ് കർത്താവിനെ വിളിക്കണേ. ആദ്യമേ തുടങ്ങി നമ്മ എന്തെടുക്കുമ്പോഴും നമ്മുടെ ഈശ്വരനോട് പറഞ്ഞിട്ടല്ലോ എടുക്കാം. അപ്പം അതൊക്കെ റെഡിയാക്കി തരില്ലേ? ഒരു വചനമില്ലേ, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടാകട്ടെ, അവിടെ നിനക്ക് വഴി തെളിച്ചു തരും. അതെ, എന്ത് ചെയ്യണേലും മുമ്പ് നമ്മളൊരു പ്രാർത്ഥിക്കണമെന്നില്ല. ദൈവമേ ശരി, ആ ഒരു ഇത് വേണം. ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ സംഭവം സെറ്റാണ്. അങ്ങനെ നന്നായി ഇളക്കിക്കോ. തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഡ്രൈ ആയിട്ട്, വെള്ളമില്ല, നമ്മൾ നന്നായിട്ട് എന്താണ് ഡ്രെയിൻ ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ പാസ്ത. അല്ല പറഞ്ഞു, പക്ഷെ നീ പറഞ്ഞ മസാല ഒന്നും ഇടരുത് മമ്മി, വെറുതെ ഉണ്ടാക്കിയെടുത്താ. നമ്മുടെ ഇതിന്റെ ഫൈനൽ ലുക്ക് ഇതാട്ടാ. കണ്ടിട്ട് നല്ല ഇനി നമുക്ക് ചായ കൂട്ടി കാണിച്ചു തരാം. നേരം വൈകിക്കൊണ്ട് 8 മണി കഴിഞ്ഞു, പോവാറായിട്ടുണ്ട്. അപ്പൊ ഓക്കേ പറഞ്ഞു. ഓക്കെ, കഴിക്കുമ്പോ കാണിച്ചു തരാട്ടാ. അപ്പൊ മക്കളെ ദേ നമ്മ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് റോയിലെ? കുഴപ്പമില്ല.
ഇവയ്ക്ക് വയ്യ, ചുമ, പനിയില്ല. കുഴപ്പമില്ല, ലേശം ഉപ്പ് കുറഞ്ഞല്ലേ? ഇതില് വേറെ മസാല ഇടോ അല്ലെങ്കിൽ ഇത് നമ്മ പാസ്തക്ക് വേറെ മസാല ഉണ്ടോ? അറിയില്ല, മമ്മിനോടാ ചോദിക്കണേ. ഇങ്ങനെ സാധാരണ നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ അങ്ങനത്തെ നമുക്ക് ഇഷ്ടം, അങ്ങനെ വെജിറ്റബിൾ ഒക്കെ വെച്ച് ചെയ്യും. വേറെ എന്ത് മസാല എനിക്ക് അറിയില്ല. കുഴപ്പമില്ല മക്കളെ, ടേസ്റ്റൊക്കെ ഉണ്ട് അത്യാവശ്യം. ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഇതൊക്കെ കഴിച്ചു നോക്കാം. അപ്പം മക്കളെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.